വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് വേറൊരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ആയിട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ചാനലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ദെൻ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ എന്തൊക്കെ ബാരിയേഴ്സ് ആണുള്ളത്, ഇതാണ് എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദി ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ദെൻ എന്തെഴുതണം? ഫസ്റ്റ് എന്താണ് ബാരിയേഴ്സ് എന്നുള്ളത് എഴുതണം. എന്താണ് ബാരിയേഴ്സ്? Anything that restricts communication from delivering the correct message to the right person at the right time. നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? ഒരു തടസ്സം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തടസ്സം വരുത്തുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിനെ നമുക്ക് എന്ത് പറയാം? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. എനിത്തിങ് ദാറ്റ് റെസ്ട്രിക്ട്സ് കമ്മ്യൂണിക്കേഷൻ from delivering the correct message to the right person at the right time. Then ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. ആദ്യം നമ്മൾ ബാരിയേഴ്സ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താ പറയണത്? എത്ര ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉണ്ട്. ഓരോ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെയും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് എന്താണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ മെയിനായിട്ടും മെൻ്റൽ ഇഷ്യൂസ്, അതായത് മെൻ്റൽ ഇഷ്യൂസ് കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാരണങ്ങളാണ് ഏതിൽ വരുന്നത്? സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. Mental and psychological issues might take it difficult to communicate effectively. Some people struggle with depression, phobia, speech issues, സ്റ്റേജ് ഫ്രൈറ്റ് എക്സെട്ര. ഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനോടെങ്കിലും ഉള്ള ഒരു പേടി. ചില ആൾക്കാർക്ക് കൂടുതൽ സൗണ്ട് കേൾക്കണതൊക്കെ നല്ല പേടിയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഡിപ്രഷൻ, പിന്നെന്താണ് സ്പീച്ച് ഇഷ്യൂസ്, സ്റ്റേജ് ഫ്രൈറ്റ്, അതായത് സ്റ്റേജിൽ കയറുന്ന സമയത്ത് ചില ആൾക്കാരുടെ സൗണ്ടിന് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് വിറയൽ വരിക, അങ്ങനത്തെ രീതിയിലുള്ള ആ ഒരു പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ആ പ്രശ്നങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? സൈക്കോളജിക്കൽ ബാരിയേഴ്സിലാണ് വരുന്നത്. they will definitely affect the effective communication. അവർക്ക് ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ എന്ത് ചെയ്യാണ്? തടസ്സപ്പെടുകയാണ്. കമ്മ്യൂണിക്കേഷന് തടസ്സപ്പെടുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് പറയുമെന്ന് പറഞ്ഞു? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏതിലാണ് വരുന്നത്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ്. ഇനി എന്ത് ടൈപ്പ് ബാരിയർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ബാരിയർ. ഇതിന്ന് 2 മാർക്സും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സിന് ഒരു എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും? ഡിപ്രഷൻ, phobia, speech issues, stage fright, etc. Then second one, emotional barriers. First one എന്താ പറഞ്ഞത്? psychological barriers. ഇനി second one, emotional barriers. Effective communication requires emotional maturity which only some people possess. A person's ability to make decisions might be 2 വട്ടം വന്നിട്ടുണ്ടല്ലേ ഡിസിഷൻസ്, ഒരു വട്ടേ ഉള്ളൂ കേട്ടോ. മൈറ്റ് ബി ക്ലൗഡഡ് ബൈ ഇമോഷൻസ് ലൈക്ക് ആങ്കർ, ഇംപേഷ്യൻസ് ആൻഡ് ഹ്യൂമർ വിച്ച് ലിമിറ്റ് ദി എഫിഷ്യൻസി ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയേഴ്സ് ദി ഐഡിയൽ ബാലൻസ് ഓഫ് ഇമോഷൻസ്. അതായത് ഒന്നുമില്ല, ഇമോഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്? കരച്ചിൽ വരും, ചിരി വരും, ദേഷ്യം വരും, ഇതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ്. ആ ഇമോഷൻസ് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുക? സംസാരിക്കാൻ. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചിരിച്ചാൽ എന്ത് ചെയ്യും? സംസാരത്തിന് ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് വരും, സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. കരഞ്ഞാലും അതേപോലെ തന്നെ ആങ്കർ ഇഷ്യൂസ് വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്തും നമുക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ബാരിയേഴ്സ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിനെയാണ് ഏതിൽ കണക്കാക്കണത്? ഇമോഷണൽ ബാരിയേഴ്സിൽ കണക്കാക്കണത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നേരം പോലെ സംസാരിക്കാൻ, നമുക്ക് ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ ചില ആൾക്കാർക്ക് ഈ ഇമോഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ മേലെ ഈ ഇമോഷൻസ് വന്ന് ക്ലൗഡ് ചെയ്യാൻ സമ്മതിക്കരുത്. ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്നുള്ള സൗണ്ട് ആവാം, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ആവാം. പിന്നെ എന്താവാം? നമ്മുടെ ഇപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കേട് വന്നിട്ട് നമുക്ക് നേരം പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക, അങ്ങനെ ഡിവൈസസ് കേട് വരിക. ഇതെല്ലാം ഏതിലാണ് വരുന്നത്? ഫിസിക്കൽ ബാരിയേഴ്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇമോഷണൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ്. ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞു പോകുന്നത്. അതായത് എസ്സേ വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം എഴുതണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ എഴുതണം എന്നുള്ളത്. ഇതിലും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ അധികം എക്സാമ്പിൾസ് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും കേട്ടോ. ദെൻ ഫോർത്ത് വൺ എന്താണ്? കൾച്ചറൽ ബാരിയേഴ്സ്. ബിക്കോസ് ഓഫ് ഗ്രോയിങ് ഗ്ലോബലൈസേഷൻ ഓഫ് സൊസൈറ്റി,
കൊളീഗ്സ് മേ ഹാവ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് അല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡാണ് ജർമ്മനി പോവുക, അല്ലെങ്കിൽ യൂറോപ്പിൽ പോവുക, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിൽ ആവുക. അങ്ങനെ വരുന്ന സമയത്ത് കുറേ രാജ്യത്ത് നിന്നുള്ള ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ടാവും. ദെൻ മെനി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓഫർ സ്പെഷ്യലൈസ്ഡ് ഓറിയൻറ്റേഷൻ സെഷൻസ് ടു ടീച്ച് ന്യൂ എംപ്ലോയീസ് അബൌട്ട് അതർ കൾച്ചേഴ്സ്. മറ്റുള്ള രാജ്യത്തെ കൾച്ചർ എന്താണ്, മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാരെങ്ങനെയാണ്, ഫുഡ് ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, അവരുടെ വസ്ത്രധാരണം ആയിക്കോട്ടെ, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ രാജ്യത്തിനെ പറ്റിയിട്ടും അവരവരുടെ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ അധികം ഓറിയൻറ്റേഷൻ സെഷൻസ് പല മൾട്ടിനാഷണൽ കമ്പനീസും കൊണ്ടുവന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം നമ്മൾ എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ താഴെ എഴുതണം, കൾച്ചറൽ ബാരിയേഴ്സിൻ്റെ താഴെ എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ദെൻ 5th വൺ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. നമ്മൾ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് പഠിച്ചു, ഇതെന്താണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, രണ്ടും തമ്മിൽ മാറിപ്പോവാതിരിക്കുക. ഓക്കെ. Then illness specific problems also restrict effective communication. It includes shrill voice dyslexia. Dyslexia എന്ന് പറയുന്നത് റീഡിങ്ങിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ്, അതായത് വായിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. ആ ഒരു ഡിസബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഷ്രിൽ വോയിസ് ഡിസ്ലെക്സിയ. ഇത് ഏത് ടൈപ്പ് ബാരിയേഴ്സ് ആണ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ദെൻ 6th വൺ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ബാരിയേഴ്സ് റിസൾട്ടിംഗ് ഫ്രം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, rules and regulations, the complexity of organizational structures and the presence of numerous managers can occasionally make it challenging to communicate ideas clearly. അതായത് ഇപ്പോൾ സിംപ്ലി ഒരു കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ഏറ്റവും താഴെ ലെവലിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും പുറത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതായത് കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ കുറേ അധികം ഐഡിയാസും ക്രിയേറ്റിവിറ്റി ഒക്കെ അവരുടെ ഉള്ളിൽ തന്നെ ആയിപ്പോവുക. അതായത് പുറത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ, അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് എന്താണെന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ വരുന്നത്. അതായത് എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുക, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അവിടെ ഒരു തടസ്സമല്ലേ, ആ തടസ്സമാണ് എന്താണെന്ന് പറയുന്നത് ബാരിയർ, ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. 7th വൺ സെമാൻറ്റിക് ബാരിയേഴ്സ്. സെമാൻറ്റിക് ബാരിയേഴ്സിൽ മെയിനായിട്ടും സെൻഡറിൻ്റെ ഡിസബിലിറ്റി, അതായത് മെസ്സേജ് അയക്കുന്ന ആൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ആളുടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ ഇന്നബിലിറ്റി, അവരുടെ കഴിവുകേടാണ് എന്തിൽ വരുന്നത്, സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നത്. Semantic barriers is another term for language barrier. അവിടെ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യനും കൂടിയും കിട്ടിയല്ലേ. എന്താണ് ലാംഗ്വേജ് ബാരിയർ എന്നറിയപ്പെടുന്ന ബാരിയർ ഏതാണ്, സെമാൻറ്റിക് ബാരിയർ ആണ്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്, ലാംഗ്വേജ് ബാരിയർ. ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി സെൻഡർ ആൻഡ് ദി റിസീവർ ഈസ് ദി റൂട്ട് കോസ് ഓഫ് ദിസ് ബാരിയർ. അതായത് സെൻഡറും റിസീവറും തമ്മിലുള്ള ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് എന്തിന് കാരണമാവുന്നത്, സെമാൻറ്റിക് ബാരിയേഴ്സിൽ കാരണമാവുന്നത്. സെമാൻറ്റിക് ബാരിയേഴ്സ് ക്യാൻ ഒക്കെയർ ഒക്കേഷണലി as a result of the സെൻഡേഴ്സ് അൺക്ലിയർ, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, ഒരു കോംപ്ലിക്കേറ്റഡ് ഇൻഫോർമേഷൻ ഡെലിവറി മെത്തേഡ്. അപ്പോൾ നമ്മൾ 7 ടൈപ്സ് ഓഫ് ബാരിയേഴ്സും ഡിസ്കസ് ചെയ്തു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മസ്റ്റായിട്ടും കീവേഡ്സ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ എക്സാമ്പിൾസ്, ഈ ഡെയിലി ലൈഫിൽ കാണുന്ന കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ പറ്റും. സോ അതാണ് എക്സാമ്പിൾസ് കൊടുക്കാതെ അത്രയ്ക്കും വലിച്ചു നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കീവേഡ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നന്നായി പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.